ജീവിച്ചിരുന്ന എനിക്ക് ആ വചനമൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു പ്രത്യാശയുണ്ടായി. അവിടെ നിന്ന് തന്നെ വീട്ടിൽ വരികയും തിരിച്ചു വരികയും ഞാനും മക്കളും പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഭർത്താവ് അന്നേരമൊന്നും പോരാനൊന്നും ഇടയാക്കിയില്ല. പുള്ളിക്കാരൻ അത്ര വിശ്വാസമില്ലായിരുന്നു. ഞാനും പിന്നെ മദ്യപിച്ച് വരുന്ന സമയത്ത് ഞാൻ അവിടെ പ്രാർത്ഥിച്ചോണ്ടിരുന്നെങ്കിലും പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാനും മദ്യപിക്കുന്ന ആ വ്യക്തിയെ സ്നേഹിക്കാനും ക്ഷമിച്ച് സ്നേഹിക്കാനും സഹിക്കാനുള്ള കൃപ മാത്രം ഞാൻ അവിടെ ചോദിച്ചിട്ടുള്ളൂ. കാരണം ഭർത്താവ് മദ്യപിച്ച് വരുമ്പോൾ ആ മകൻ്റെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിരാന്ത് വരുമായിരുന്നു. മദ്യപിക്കുന്ന ആ വ്യക്തിയെക്കാളും ഞാൻ രോഷാകുലരായി വായിൽ എന്തൊക്കെ പുള്ളി പറയുമ്പോൾ അതിനൊക്കെ തിരിച്ചും പറയുന്നൊരു സമ്പ്രദായമായിരുന്നു, സ്വഭാവമായിരുന്നു എനിക്ക്. അപ്പൊ അവിടുത്തെ വചനം കേട്ടു, ക്ഷമിക്കുന്ന സ്നേഹത്തെ പറ്റി ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ നമ്മളെല്ലാം സഹിക്കുമ്പോഴും ക്ഷമിക്കുമ്പോഴാണ് ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകുക എന്ന് പറഞ്ഞു. ആ ക്ലാസ് കേട്ട് ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയും ആ ദൈവത്തിൽ കൂടുതലായി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് അവിടെ മനസ്സിലായി. പിന്നെ എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ശാന്തിയും സമാധാനവും കിട്ടി. വേറെ എവിടെയും ഞാൻ കിട്ടാത്തൊരു ശാന്തി സമാധാനം. മദ്യപിച്ച് വന്നാലും ആ പുള്ളി മദ്യപിച്ച് വന്നാലും ഒരു പ്രശ്നമില്ല എന്ന മട്ടിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞാനും എൻ്റെ മകളും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഭർത്താവ് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, എന്നാൽ ഞാനും ഒന്ന് പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ ഞാനങ്ങനെ ധ്യാനം കൂടാനിടയായി. അങ്ങനെ പുള്ളി പിന്നെ ഒരു ദിവസം എന്നിട്ടും മദ്യപാൻ നിർത്തിയില്ല. പിന്നെ ഒരു ദിവസം പുള്ളി പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, ഞാൻ ധ്യാനത്തിന് പോകാന്ന്. അങ്ങനെ പറഞ്ഞു സുൽക്കേസ് തുണി എടുത്തിട്ട് ഒറ്റ പോക്ക് പോയി. ആ സമയത്ത് തിരിച്ചു വരുമ്പോഴാണ് പുള്ളി എന്നോട് പറഞ്ഞു, എടി നിന്നെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നോട് കണ്ണീരോടെ പറഞ്ഞു. അയൽവാസികളോടൊക്കെ പറഞ്ഞു, എൻ്റെ ഭാര്യയെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വാങ്ങി അടുത്ത വീട്ടിലൊക്കെ അവിടുത്തെ കടയിൽ വെച്ചിട്ട് പോരുമ്പോൾ എന്നോട് കറി എടുക്കുക എന്നൊക്കെ പറഞ്ഞു